പ്രിയമുള്ളവരെ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കിയിട്ടുണ്ട്. പണ്ട് സിനിമയിൽ പറഞ്ഞ പോലെ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി. ഇപ്പോൾ ഗണേഷ് കുമാർ, മന്ത്രിയായ ഗണേഷ് കുമാറിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അനുഭവിച്ചതും അവരെ പറഞ്ഞത് അവർക്ക് വട്ടുള്ളവർ ഇങ്ങനെ പലതും ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ എല്ലാം പറഞ്ഞ് സെറ്റിലാക്കിയിട്ടുണ്ട്. 2013 ഉമ്മൻചാണ്ടിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി പറഞ്ഞത് ഗണേഷിനെതിരെ പരാതി കൊടുത്തിട്ട് ഇവരെന്താണ് ചെയ്തത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 112 വിളിച്ചാണ് ഗണേഷ് കുമാറിന്റെ ഭാര്യ ഈ പരാതി അറിയിച്ചത്. അതൊരു പരാതി തന്നെയായിരുന്നു. അതിൽ ഇത്രയും മണിക്കൂറുകൾ ഇത്രയുമായിട്ട് ഈ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയാണ് ഉണ്ടായത്? എന്നിട്ടിപ്പോൾ മന്ത്രിസ്ഥാനം പോകുമെന്ന് പേടിച്ചിട്ടായിരിക്കും, അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഇപ്പോൾ ഭാര്യയെ വിളിച്ച് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മാപ്പ് പറഞ്ഞ് എല്ലാം പറഞ്ഞ് സെറ്റിലാക്കി എല്ലാവരും പിരിഞ്ഞു പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്ത്രീയുടെ ഒരു ഗതികോടുകൂടെ ആലോചിക്കണം. കഴിഞ്ഞ ദിവസം തന്നെ ഭർത്താവ് പറയുകയാണ്, എനിക്ക് 5000 പ്രണയമുണ്ട്, പ്രണയമാണ് പോലും. ഈ നാട്ടിൽ ആരും പ്രണയിച്ചിട്ടില്ലേ? പെണ്ണ് പിടിക്കൊക്കെ ഇപ്പോൾ ഇവർ പറയുന്ന പേരാണ് പ്രണയമെന്ന്. ഭാര്യ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ അവരുടെ ബെഡ്റൂമിൽ മറ്റൊരു സ്ത്രീയെ കാണാൻ അരുതാത്ത സാഹചര്യത്തിൽ കണ്ട ഒരു സ്ത്രീയാണ്. അവരുടെ മാനസികാവസ്ഥയാണ് ഇയാൾ വട്ടാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പരാതിക്ക് മുഖ്യമന്ത്രി എന്ത് നടപടി? ഭർത്താവിനെ വിളിച്ചങ്ങ് മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണോ ഈ പ്രശ്നം? ഇപ്പൊ ഇതൊരു വെറുമൊരു കുടുംബ പ്രശ്നമാക്കി ഒതുക്കിയിരിക്കുകയാണ്. മുൻപ് നമ്മൾ കണ്ടതാണ്, പേരോ നാളോ ഒന്നും അറിയാത്ത ഒരാളുടെ ഒരു ഇമെയിൽ പരാതിയുടെ പേരിൽ പാതിരാത്രി രാഖി രാമാനം പോയി ഒരു MLA അറസ്റ്റ് ചെയ്ത നാടാണിത്. വീഡിയോഗ്രാഫർമാരെ കൂടെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു. ആ MLAക്ക് ഭാര്യയില്ല, ഭാര്യയെ ചതിച്ചിട്ടല്ല അയാൾ മറ്റു പെണ്ണുങ്ങളെ പ്രണയിക്കാൻ പോയത്. അയാളുടെ കാമുകിമാരെല്ലാം അയാൾക്ക് വില പിടിച്ച സമ്മാനങ്ങൾ കൊടുത്തിരുന്നു. അയാളത് പ്രണയമെന്ന് പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. ഇയാൾ ഭാര്യയെ പെരക്കകത്ത് വെച്ചിട്ട് പറയാണ് അയാൾക്ക് 5000-ഓളം പ്രണയങ്ങളുണ്ടെന്ന്. ഈ പ്രണയത്തിന് പുറമെ ഇപ്പോൾ അയാൾ പറയുന്നത് ഈ അയാളുടെ നാട്ടിലെ പത്തനാപുരത്തുകാർക്ക് അയാളെ അറിയാം, പത്തനാപുരത്തുകാർ അയാൾക്ക് സ്ത്രീകൾ കൂടുതൽ വോട്ട് കൊടുക്കുന്നു. അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഈ കൂടുതൽ വോട്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ 3 വോട്ട് വെച്ച് കൊടുക്കുമെന്നാണോ എന്തോ അയാൾ ഉദ്ദേശിച്ചത്. അപ്പൊ ജനസംഖ്യയേക്കാൾ, അവിടുത്തെ പോപ്പുലേഷനേക്കാൾ 3 ഇരട്ടി വോട്ട് ചിലപ്പോൾ ഇത്തവണ ഗണേഷിന് കിട്ടുമായിരിക്കും. മന്ത്രിസ്ഥാനം ഇനി അടുത്ത് അയാൾക്ക് ഇലക്ഷന് നിൽക്കണം, അത് പോകാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും LDF കൊടുത്തൊരു ഓഫറായിരിക്കും, എനിക്ക് ഇവിടെ നിന്ന് 3 ഇരട്ടി വോട്ട് കിട്ടും, അതുകൊണ്ട് എന്നെ നിങ്ങൾ പറഞ്ഞയക്കരുത് എന്ന് പറഞ്ഞു. എന്തായാലും ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ബിന്ദു മേനോനോ പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഇനി ഈ വിഷയം ചർച്ച ചെയ്യരുത്, കാരണം അവർക്ക് അത്രയധികം അവരുടെ മേൽ സമ്മർദ്ദമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അവരുടെ വീട്ടിലെ സാഹചര്യം അങ്ങനെ ആയിട്ടാണ് അവർ 112 ഇപ്പൊ ഇവിടെ എല്ലാവരും സർക്കാർ പറയും 112 വിളിച്ചാൽ മതി, സ്ത്രീകൾക്ക് നിയമസഹായം കിട്ടും, പോലീസിന്റെ സഹായം കിട്ടും, പിങ്ക് പോലീസ് ഉണ്ട്. അവരെന്താ ചെയ്തത്? എന്നിട്ട് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് ഉൾപ്പെടെ ഇവരെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അയാൾ ഒരു വഷളൻ ചിരിയുമായി, രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നതല്ല, പക്ഷെ ഒരിക്കൽ പോലും അയാൾ നാട്ടുകാരുടെ ഇടയിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് വഷളൻ ചിരിച്ചിട്ടില്ല. അയാളുടെ കൂടെ അയാളുടെ പ്രണയത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീകളെ കുറിച്ച് അയാൾ മോശം പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഗണേശൻ എന്താ ചെയ്തത്? പബ്ലിക്കായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് വഷളൻ ചിരിയുമായി കറക്റ്റ് പക്ക ഒരു പെണ്ണുപിടിയൻ, ഒരു പെർവേർട്ടിനെ പോലെ തന്നെയാണ് അയാൾ ബിഹേവ് ചെയ്തത്. അയാൾ പേഴ്സണൽ കാര്യമാണെന്ന്, അയാൾക്ക് പ്രണയിക്കാൻ പാടില്ലേ എന്ന്. പ്രണയിച്ചോളൂ, നിങ്ങൾ പ്രണയിച്ചോളൂ, പക്ഷേ മന്ത്രിയായി ഇരുന്നുകൊണ്ട് വേണോ ഈ പ്രണയം? ഇതിന് പ്രണയമെന്നല്ലല്ലോ പറയേണ്ടത്. അയാള് ജവഹർലാൽ നെഹ്റുവിനെയും മാധവിക്കുട്ടിയൊക്കെ കൂട്ടുപിടിക്കണം, പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും. ഈ എഴുതപ്പെട്ടതും പറയപ്പെട്ടതുമായതും അല്ലാത്തതുമായ ഒരുപാട് പ്രണയങ്ങളുണ്ട്. പ്രണയം എന്ന് പറഞ്ഞാൽ തന്നെ മനോഹരമാണ്. പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ മരണം വരെ പ്രണയിക്കുക എന്നൊക്കെ തന്നെയാണ്. പക്ഷേ പെണ്ണ് പിടിക്കാൻ പോയിട്ട് അത് ഭാര്യ പൊക്കുമ്പോൾ അത് പ്രണയമാണ് എന്നുള്ള പറച്ചിൽ വേണ്ട. പെണ്ണുപിടി എന്ന് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ മുഖ്യമന്ത്രി ഇപ്പോൾ ഇതിനെ ഒരു കുടുംബ പ്രശ്നമായി ഒതുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതൊരു കുടുംബ പ്രശ്നമല്ല എന്ന് തിരിച്ചറിയാം. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഡിയോയുടെ അടിയിൽ വന്ന് രാഹുലിനെ പെണ്ണുപിടിയനാണ് എന്ന് വിളിക്കുന്ന സഖാക്കന്മാർ ഒന്ന് ഗണേഷിന്റെ കാര്യം കൂടെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഗണേഷ് മാത്രമല്ല, ഒരുപാട് പെണ്ണുപിടിയന്മാർ നിങ്ങളുടെ മന്ത്രിസഭയിൽ നിങ്ങളുടെ ആൾക്കാരായിട്ട് നിയമസഭയിൽ ഇരിപ്പുണ്ട്. അതുകൂടെ ഒന്ന് ഓർക്കുക.